സ്നേഹമുള്ളവരെ, ലോഗോസ് ക്വിസ് സ്റ്റഡി ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നിക്കോദേമോസ് താഴെ പറയുന്നവയിൽ ഏത് യഹൂദ വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നു? ഓപ്ഷൻസ്: ഫരിസേയൻ, നിയമജ്ഞൻ, പുരോഹിതൻ, ജനപ്രമാണി. ഇതിന്റെ ശരിയുത്തരം ഫരിസേയൻ. അടുത്ത ചോദ്യം: നിക്കോദേമോസ് യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ്? ഓപ്ഷൻസ്: മെസ്സിഹായെ, കർത്താവെ, റബ്ബി, ഗുരു. ഇതിന് ശരിയുത്തരം റബ്ബി. അടുത്ത ചോദ്യം: യേശു ദൈവത്തിൽ നിന്ന് വന്ന ഒരു ആരാണെന്നാണ് നിക്കോദേമോസ് പറഞ്ഞത്? ഓപ്ഷൻസ്: രാജാവ്, ഗുരു, നേതാവ്, രക്ഷകൻ. ഇതിന് ശരിയുത്തരം ഗുരു. അടുത്ത ചോദ്യം: ദൈവരാജ്യം കാണണമെങ്കിൽ ഒരുവൻ എന്തു ചെയ്യണം എന്നാണ് യേശു ആദ്യം പറയുന്നത്? ഓപ്ഷൻസ്: പ്രാർത്ഥിക്കണം, ദൈവഹിതം അനുസരിക്കണം, മറ്റുള്ളവരോട് ദയ കാണിക്കണം, വീണ്ടും ജനിക്കണം. ഇതിന് ശരിയുത്തരം വീണ്ടും ജനിക്കണം. അടുത്ത ചോദ്യം: മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: ആത്മാവ്, മാംസം, ജഡം, ശരീരം. ഇതിന് ശരിയുത്തരം മാംസം. അടുത്ത ചോദ്യം: ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: ശരീരം, ചിന്ത, ആത്മാവ്, വചനം. ഇതിന് ശരിയുത്തരം ആത്മാവ്. അടുത്ത ചോദ്യം: നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിക്കോദേമോസ് എന്തു ചെയ്യരുതെന്നാണ് യേശു ആവശ്യപ്പെട്ടത്? ഓപ്ഷൻസ്: ഭയപ്പെടരുത്, വിസ്മയിക്കരുത്, സംശയിക്കരുത്, ആകുലപ്പെടരുത്. ഇതിന് ശരിയുത്തരം വിസ്മയിക്കരുത്. അടുത്ത ചോദ്യം: കാറ്റിന്റെ ദിശയും ഗതിയും അറിയാത്തതുപോലെയാണ് ഏതു വ്യക്തിയെന്നും യേശു പറയുന്നത്? ഓപ്ഷൻസ്: ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും, ശരീരത്തിൽ നിന്ന് ജനിക്കുന്ന ഏവനും, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവനും. ഇതിന് ശരിയുത്തരം ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. അടുത്ത ചോദ്യം: നിക്കോദേമസിനെ യേശു വിശേഷിപ്പിച്ചത് എവിടുത്തെ ഗുരുവെന്നാണ്? ഓപ്ഷൻസ്: സമരിയായിലെ, ഇസ്രായേലിലെ, ഗലീലിയിലെ, ജെറുസലേമിലെ. ഇതിന് ശരിയുത്തരം ഇസ്രായേലിലെ. അടുത്ത ചോദ്യം: മോശ എവിടെയാണ് സർപ്പത്തെ ഉയർത്തിയത് എന്നാണ് യേശു നിക്കോദേമസിനോട് പറയുന്നത്? ഓപ്ഷൻസ്: ഈജിപ്തിൽ, മരുഭൂമിയിൽ, സീനായ് മലമുകളിൽ, ജെറുസലേമിൽ. ഇതിന് ശരിയുത്തരം മരുഭൂമിയിൽ. അടുത്ത ചോദ്യം: മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ ആര് ഉയർത്തപ്പെടണം? ഓപ്ഷൻസ്: യോഹന്നാൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, ഓരോ വ്യക്തിയും. ഇതിന് ശരിയുത്തരം മനുഷ്യപുത്രൻ. അടുത്ത ചോദ്യം: ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തിനല്ല? ഓപ്ഷൻസ്: ലോകത്തെ രക്ഷിക്കാനല്ല, ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, ലോകത്തെ രക്ഷിക്കാനാണ്, ഇതൊന്നുമല്ല. ഇതിന് ശരിയുത്തരം ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല. അടുത്ത ചോദ്യം: ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ സ്വീകരിക്കാതിരുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ്: അധികാരം, പ്രകാശം, സമ്പത്ത്, ജ്ഞാനം. ഇതിന് ശരിയുത്തരം പ്രകാശം. അടുത്ത ചോദ്യം: മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി എന്തിനെയാണ് സ്നേഹിച്ചത്? ഓപ്ഷൻസ്: അന്ധകാരത്തെ, അധികാരത്തെ, ഇരുളിനെ, ലോകത്തെ. ഇതിന് ശരിയുത്തരം അന്ധകാരത്തെ. അടുത്ത ചോദ്യം: മനുഷ്യർ അന്ധകാരത്തെ സ്നേഹിക്കാൻ കാരണം എന്തായിരുന്നു? ഓപ്ഷൻസ്: അന്ധകാരത്തിന്റെ മക്കളായിരുന്നു, അവരുടെ ഹൃദയം കഠിനമായിരുന്നു, അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു, ഇതൊന്നുമല്ല. ഇതിന് ശരിയുത്തരം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. അടുത്ത ചോദ്യം: തിന്മ പ്രവർത്തിക്കുന്നവൻ എന്തിനെയാണ് വെറുക്കുന്നത്? ഓപ്ഷൻസ്: ഇരുട്ടിനെ, ദൈവത്തെ, വെളിച്ചത്തെ, പ്രകാശത്തെ. ഇതിന് ശരിയുത്തരം പ്രകാശത്തെ.
അടുത്ത ചോദ്യം, തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്ത് വരാത്തത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻസ്: അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന്, അവന് വഴി അറിയാത്തതുകൊണ്ട്, അവൻ തിന്മയെ സ്നേഹിക്കുന്നതുകൊണ്ട്, അവൻ അന്ധകാരത്തിന്റെ മകനായതുകൊണ്ട്. ഇതിന് ശരിയുത്തരം അവന്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന്. അടുത്ത ചോദ്യം, വെളിച്ചത്തിലേക്ക് വരുന്നത് എങ്ങനെയുള്ള വ്യക്തിയാണ്? ഓപ്ഷൻസ്: തിന്മ പ്രവർത്തിക്കുന്നവൻ, സത്യം പ്രവർത്തിക്കുന്നവൻ, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ, പ്രകാശത്തിന്റെ മക്കൾ. ഇതിന് ശരിയുത്തരം സത്യം പ്രവർത്തിക്കുന്നവൻ. അടുത്ത ചോദ്യം, നിക്കോദേമസുമായുള്ള സംഭാഷണത്തിന് ശേഷം യേശുവും ശിഷ്യന്മാരും എങ്ങോട്ടാണ് പോയത്? ഓപ്ഷൻസ്: ഗലീലി ദേശത്തേക്ക്, സമരിയായിലേക്ക്, യൂദയ ദേശത്തേക്ക്, ജെറുസലേമിലേക്ക്. ഇതിന് ശരിയുത്തരം യൂദയ ദേശത്തേക്ക്. അടുത്ത ചോദ്യം, യൂദയ ദേശത്ത് വെച്ച് യേശു എന്താണ് ചെയ്തത്? ഓപ്ഷൻ എ, താമസിച്ച് സ്നാനം നൽകി രോഗികളെ സുഖപ്പെടുത്തി. ഓപ്ഷൻസ്: താമസിച്ച് സ്നാനം നൽകി രോഗികളെ സുഖപ്പെടുത്തി, വചനം പ്രസംഗിച്ചു, സിനഗോഗിൽ പ്രാർത്ഥിച്ചു. ഇതിന് ശരിയുത്തരം താമസിച്ച് സ്നാനം നൽകി. അടുത്ത ചോദ്യം, ഏനോനിൽ യോഹന്നാൻ സ്നാനം നൽകാൻ പ്രത്യേക കാരണം എന്തായിരുന്നു? ഓപ്ഷൻസ്: അവിടെ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ, വെളിപാടനുസരിച്ച് യേശുവും അവിടെ സ്നാനം നൽകിയതുകൊണ്ട്, അവിടെ യഹൂദർ ധാരാളം ഉണ്ടായിരുന്നതിനാൽ. ഇതിന് ശരിയുത്തരം അവിടെ വെള്ളം ധാരാളം ഉണ്ടായിരുന്നതിനാൽ. അടുത്ത ചോദ്യം, യോഹന്നാന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ എന്തിനെ കുറിച്ചാണ് തർക്കമുണ്ടായത്? ഓപ്ഷൻസ്: ഭക്ഷണത്തെക്കുറിച്ച്, ശുദ്ധീകരണത്തെപ്പറ്റി, നികുതിയെക്കുറിച്ച്, വസ്ത്രധാരണത്തെക്കുറിച്ച്. ഇതിന് ശരിയുത്തരം ശുദ്ധീകരണത്തെപ്പറ്റി. അടുത്ത ചോദ്യം, ജോർദാന്റെ അക്കരെ നിന്നോട് കൂടിയുണ്ടായിരുന്നവൻ സ്നാനം നൽകുന്നു എന്ന് ശിഷ്യന്മാർ ആരോടാണ് പരാതി പറഞ്ഞത്? ഓപ്ഷൻസ്: യേശുവിനോട്, നിക്കോദോമസിനോട്, പീലാത്തോസിനോട്, യോഹന്നാനോട്. ഇതിന് ശരിയുത്തരം യോഹന്നാനോട്. അടുത്ത ചോദ്യം, യോഹന്നാന്റെ മറുപടി അനുസരിച്ച് എവിടെ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഓപ്ഷൻസ്: സ്വർഗത്തിൽ നിന്ന്, ഉന്നതത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, ഇതൊന്നുമല്ല. ഇതിന് ശരിയുത്തരം സ്വർഗത്തിൽ നിന്ന്. അടുത്ത ചോദ്യം, മണവാട്ടിയുള്ളവനാണ് ഡാഷ് ആര്? ഓപ്ഷൻസ്: സ്നേഹിതൻ, മണവാളൻ, ദാസൻ, അപ്പസ്തോലൻ. ഇതിന് ശരിയുത്തരം മണവാളൻ. അടുത്ത ചോദ്യം, മണവാളന്റെ സ്വരം കേൾക്കുന്ന സ്നേഹിതനെ പോലെ ആരുടെ സന്തോഷമാണ് പൂർണ്ണമായിരിക്കുന്നത്? ഓപ്ഷൻസ്: നിക്കോദേമസിന്റെ, പത്രോസിന്റെ, യഹൂദ പ്രമാണിയുടെ, യോഹന്നാന്റെ. ഇതിന് ശരിയുത്തരം യോഹന്നാന്റെ. അടുത്ത ചോദ്യം, ഭൂമിയിൽ നിന്നുള്ളവൻ ഏതിൻ്റെതാണ്? ഓപ്ഷൻസ്: സ്വർഗത്തിൻ്റെത്, ഭൂമിയുടേത്, മനുഷ്യൻ്റേത്, ജഡത്തിൻ്റെത്. ഇതിന് ശരിയുത്തരം ഭൂമിയുടേതാണ്. അടുത്ത ചോദ്യം, ഭൂമിയിൽ നിന്നുള്ളവൻ ഏത് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഓപ്ഷൻസ്: സ്വർഗീയ കാര്യങ്ങൾ, ഭൗമിക കാര്യങ്ങൾ, അദൃശ്യ കാര്യങ്ങൾ, ഭൗതിക കാര്യങ്ങൾ. ഇതിന് ശരിയുത്തരം ഭൗമിക കാര്യങ്ങൾ. അടുത്ത ചോദ്യം, ദൈവം അളന്നല്ല എന്തിനെ കൊടുക്കുന്നത്? ഓപ്ഷൻസ്: സമ്പത്തിനെ, ആഹാരത്തിനെ, ആത്മാവിനെ, ആയുസ്സിനെ. ഇതിന് ശരിയുത്തരം ആത്മാവിനെ. അടുത്ത ചോദ്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്ത് ലഭിക്കുന്നു? ഓപ്ഷൻസ്: പരിശുദ്ധാത്മാവിനെ, ആത്മാവിനെ, അനുഗ്രഹം, നിത്യജീവൻ. ഇതിന് ശരിയുത്തരം നിത്യജീവൻ. അടുത്ത ചോദ്യം, പുത്രനെ അനുസരിക്കാത്തവൻ എന്ത് ദർശിക്കുകയില്ല? ഓപ്ഷൻസ്: മരണം, ജീവൻ, ലോകം, ആത്മാവിനെ. ഇതിന് ശരിയുത്തരം ജീവൻ. അടുത്ത ചോദ്യം, പുത്രനെ അനുസരിക്കാത്തവന്റെ മേൽ എന്തുണ്ട്? ഓപ്ഷൻസ്: തിന്മ, പ്രതികാരം, ദൈവകോപം, ശിക്ഷ. ഇതിന് ശരിയുത്തരം ദൈവകോപം.
അടുത്ത ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം ആരംഭിക്കുന്നത് ആരുടെ കൂടിക്കാഴ്ചയോട് കൂടിയാണ്? ഓപ്ഷൻസ്: യേശുവും നിക്കോദെമോസും, യേശുവും പിലാത്തോസും, യേശുവും മറിയവും, യേശുവും സ്നാപക യോഹന്നാനും. ഇതിന് ശരിയുത്തരം യേശുവും നിക്കോദെമോസും. അടുത്ത ചോദ്യം, ആത്മാവിൽ നിന്നുള്ള ജനനത്തെ യേശു എന്തുമായാണ് ഉപമിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ്: ഒഴുകുന്ന നദി, വീശുന്ന കാറ്റ്, കത്തുന്ന തീ, തിളങ്ങുന്ന നക്ഷത്രം. ഇതിന് ശരിയുത്തരം വീശുന്ന കാറ്റ്. അടുത്ത ചോദ്യം, പഴയ നിയമത്തിലെ ഏത് പ്രവാചകന്റെ പ്രവൃത്തിയെയാണ് യേശു മനുഷ്യപുത്രന്റെ ഉയർത്തപ്പെടലിന് സാദൃശ്യമായി പറഞ്ഞത്? ഓപ്ഷൻസ്: ഏലിയ, ദാനിയൽ, മോശ, യെശയ്യാ. ഇതിന് ശരിയുത്തരം മോശ. അടുത്ത ചോദ്യം, യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന സ്ഥലമായ ഏനോൻ എവിടെയായിരുന്നു? ഓപ്ഷൻസ്: നസ്രത്തിനടുത്ത്, ബത്ലഹേമിനടുത്ത്, ഗലീലിക്കടുത്ത്, സാലിമിനടുത്ത്. ഇതിന് ശരിയുത്തരം സാലിമിനടുത്ത്. അടുത്ത ചോദ്യം, യോഹന്നാന്റെ ശിഷ്യന്മാർ ആരോടാണ് തർക്കമുണ്ടായത്? ഓപ്ഷൻസ്: ഒരു ഫരിസേയനോട്, ഒരു റോമാക്കാരനോട്, ഒരു യഹൂദനോട്, ഒരു സമരിയക്കാരനോട്. ഇതിന് ശരിയുത്തരം ഒരു യഹൂദനോട്. അടുത്ത ചോദ്യം, ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഇത് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻസ്: യോഹന്നാൻ, പീലിപ്പോസ്, നഥാനിയേൽ, നിക്കോദെമസ്. ഇതിന് ശരിയുത്തരം നിക്കോദെമസ്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.